ആഗോള സഭ പരിശുദ്ധ ഗാഡലൂപ്പെ മാതാവിന്റെ തിരുനാൾ ആഘോഷമായി കൊണ്ടാടുന്നത് ഡിസംബർ മാസം 12-ാം തീയതിയാണ്. ഇപ്പൊ നമ്മുടെ ഏഷ്യയിൽ ആദ്യമായി സ്ഥാപിതമായ പരിശുദ്ധ ഗാഡലൂപ്പെ മാതാവിന്റെ മധ്യസ്ഥതയിലുള്ള ദേവാലയമാണ് പാലായിലെ പരിശുദ്ധ ഗാഡലൂപ്പെ മാതാ ദേവാലയം. പരിശുദ്ധ അമ്മയുടെ ഗാഡലൂപ്പെ അമ്മയുടെ മധ്യസ്ഥ തിരുനാൾ ഡിസംബർ മാസം 3 മുതൽ നമ്മുടെ ദേവാലയത്തിൽ ആരംഭിക്കുകയാണ്. ഈ തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ ഒരു കൺവെൻഷൻ, ഒരു ബൈബിൾ കൺവെൻഷൻ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കൺവെൻഷൻ ആരംഭിക്കുന്നത് ഈ വരുന്ന ശനിയാഴ്ച, അതായത് 29-ാം തീയതി ശനിയാഴ്ച ആരംഭിച്ച് ചൊവ്വാഴ്ച ഡിസംബർ മാസം 2-ാം തീയതി ചൊവ്വാഴ്ച സമാപിക്കുന്നതാണ്. കൺവെൻഷന് നേതൃത്വം കൊടുക്കുന്നത് പ്രശസ്ത വചന പ്രഘോഷകൻ, എഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലെ പ്രശസ്ത വചന പ്രഘോഷകനായിരുന്ന, ലോകമെമ്പാടും അറിയപ്പെടുന്ന ബ്രദർ പാപ്പച്ചൻ പള്ളത്ത് ആണ്. ആ ബ്രദറിന്റെ ടീമിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ ആരംഭിക്കുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ കഴിഞ്ഞ് അതിന് തൊട്ട് പിറ്റേ ദിവസം 3-ാം തീയതി ബുധനാഴ്ച ഗവൺമെന്റ് ആശുപത്രി കവലയിൽ നിന്ന് തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടും അതുപോലെ ഉയർത്താനുള്ള പതാക ഏന്തിക്കൊണ്ടുമുള്ള പ്രദക്ഷിണം ദേവാലയത്തിലേക്ക് വരും. അതിനുശേഷം പതാക ഉയർത്തി തിരുനാളിന് ആഘോഷമായ സമാരംഭം കുറിക്കുകയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് നൊവേനയും ദിവ്യബലിയും അതിനെ തുടർന്ന് ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. സമാപന ദിവസങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ 11-ഉം 12-ഉം ആണ്. അതായത് അത് കഴിഞ്ഞ് വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ. വ്യാഴാഴ്ചയാണ് ആഘോഷമായ പ്രദക്ഷിണം നമ്മുടെ പാലാ ടൗണിലേക്ക് നടക്കുക. പ്രദക്ഷിണം ലാലം കവലയിൽ എത്തിച്ചേർപ്പോൾ അവിടെ പന്തലില് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന പന്തലില് രൂപങ്ങൾ നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രത്യേക ഒരു പ്രസംഗവും ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം ദേവാലയത്തിലേക്ക് പ്രദക്ഷിണം തിരികെ എത്തുന്നു. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, അതോടെ അന്നത്തെ തിരുക്കർമ്മങ്ങൾ സമാപിക്കുന്നു. പ്രധാന ദിവസം ഡിസംബർ മാസം 12-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അന്ന് വൈകിട്ട് 3:30-ക്ക് ജപമാലയോടുകൂടി തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. ആഘോഷമായ തിരുനാൾ ബലിയർപ്പണത്തിന് മുഖ്യ കാർമ്മികനാകുന്നത് ആലപ്പുഴ രൂപതയുടെ വികാരി ജനറലായിരിക്കുന്ന അച്ഛനാണ് എന്നുള്ളത് കൂടി അറിയിക്കുക. സമാപന ദിവസം 12-ാം തീയതി ഇടവകയിലെ എല്ലാവരുടെയും ചേർന്നുള്ള കലാസമിതിയുടെ നേതൃത്വത്തിൽ ഒരു കലാസന്ധ്യ നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഇടവകയിലെ എല്ലാ പ്രായഭേദമന്യേ എല്ലാവരും ചേർന്ന് അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. അതിനുശേഷം സ്നേഹവിരുന്നോടെയാണ് തിരുക്കർമ്മകളും അതുപോലെ തിരുനാളുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും സമാപിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാകണമെന്ന് ഏറെ സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന കൺവെൻഷൻ നമ്മളെ ഈ ഗാഡലൂപ്പെ ദേവാലയത്തില് ഗാഡലൂപ്പെ കൺവെൻഷൻ എന്നുള്ള പേരിൽ ആദ്യമായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. പരിശുദ്ധ ഗാഡലൂപ്പെ മാതാവിന്റെ മെക്സിക്കോയിലെ ഈ പ്രശസ്തമായ സ്ഥലം നമ്മുടെ ഈ പ്രദേശത്തും പ്രശസ്തമാകണം. അതുപോലെ തന്നെ നമ്മുടെ പാലായിലെ വലിയ ഒരു വിശ്വാസ കേന്ദ്രമായിട്ട് നമ്മുടെ ഇടവക ദേവാലയം മാറണം. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഗാഡലൂപ്പെ കൺവെൻഷൻ എന്ന പേരിൽ ഈ കൺവെൻഷന് പേര് കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ കൺവെൻഷൻ നടത്തുക. അതുപോലെ കൺവെൻഷന് ശേഷം തിരുനാൾ ദിനങ്ങൾ ഓരോ ദിവസവും ഓരോ പ്രത്യേക ദിനാചരണങ്ങളായിട്ടാണ് നടത്തുന്നത്. അത് പരേതരെ സ്മരിക്കുന്നു. ആദ്യത്തെ ദിവസം പൂർവികരെ സ്മരിച്ചുകൊണ്ടാണ് തിരുനാളിലേക്ക് പ്രവേശിക്കുക. അത് കഴിഞ്ഞിട്ട് സംഘടനാ ദിനം, സന്യസ്ത ദിനം, മതബോധന ദിനം തുടങ്ങി വിവിധ ദിനാചരണങ്ങളായിട്ട് 9 ദിവസവും നമ്മൾ ഈ തിരുനാൾ ദിനങ്ങളെ നമ്മൾ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കൺവെൻഷൻ ആരംഭിക്കുന്നത് എല്ലാ ദിവസവും വൈകിട്ട് 5:30-ന് ജപമാലയോടുകൂടിയാണ്. സമാപിക്കുന്നത് ആരാധനയോടുകൂടി 9 മണിക്ക്, രാത്രി 9 മണിക്കാണ്. അപ്പോൾ